ശ്രീരാമചന്ദ്രായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനു വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വര കപീശ്വരോ. 56-ാമത്തെ സർഗമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ വാനരന്മാരൊക്കെ പ്രായോപവേശത്തിന് വീണ് കിടക്കുന്ന സമയത്ത് ഇടിയൊലി തീർക്കുന്ന മേഘാവൃതമായ ആകാശം മാതിരി ആ പർവ്വതം രൂപപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. പർവ്വതത്തിൽ ആകാശം പോലെയായി പർവ്വതം. ആകാശത്തിൽ അവിടെയും ഇവിടെയൊക്കെ ഇടികെ ഭയങ്കരമായിട്ടുണ്ടാവും. അതുമാതിരി കുരങ്ങന്മാരുടെ കരച്ചിൽ, മരിക്കാൻ പോവാണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ദീനദീനമായ കരച്ചിൽ അവിടെയും ഇവിടെയൊക്കെ ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ കേൾക്കും. ആ മാതിരിയായി ആ പർവ്വതം, വിന്ധ്യപർവ്വതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ആ വിന്ധ്യപർവ്വതത്തിൻ്റെ ഗുഹയിൽ നിന്ന് ഒരാളെങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഗൃധ്ര രാജാവായ, കഴുകന്മാരിലെ രാജാവായ ചിരഞ്ജീവിയും കേൾവി കേട്ട ബലപരാക്രമങ്ങളോടും കൂടിയവനായ സമ്പാദി എന്ന ഗൃധ്രരാജൻ, കഴുകരാജാവ് അവിടെ എത്തി. സാക്ഷാൽ ജടായുവിൻ്റെ ജ്യേഷ്ഠൻ. ഗുഹയിൽ നിന്ന് പുറത്തു വന്ന സമ്പാദി വീണ് കിടക്കുന്ന വാനരക്കൂട്ടത്തെ കണ്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഓരോരുത്തരെയും വിധി അവരുടെ വിധാനമനുസരിച്ച്, അവരുടെ കർമ്മം അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. കുറേ കാലം പട്ടിണിയായിരുന്നു ഞാൻ. കുറേ കാലത്തിന് ശേഷം എനിക്ക് അനായാസമായി ഭക്ഷണം ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. എൻ്റെ ഈ സ്ഥിതിയിൽ ഇര തേടാൻ എനിക്ക് വയ്യ. അപ്പോൾ ഇതാ വിധിവിധാനം കൊണ്ട് എനിക്കിതാ ഭക്ഷണം മുമ്പിൽ തയ്യാറായിട്ടിരിക്കുന്നു. ഈ വാനരന്മാരിങ്ങനെ അവിടെ കിടന്ന് ചാവും. ചത്തേനെ ഭക്ഷണമാക്കി ഒരുപാട് കാലം എനിക്കങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. കുറേ കാലത്തേക്ക് ഇനി വിഷമം ഉണ്ടാവില്ല എന്നങ്ങനെ പറഞ്ഞു. ഉറക്കെ പറയാ, ആത്മഗതമായിട്ടോ. ഇത് അംഗദൻ കേട്ടു. എന്നിട്ട് അംഗദൻ കിടന്നുകൊണ്ട് ഹനുമാനോട് പറയണു, അല്ല, സാക്ഷാൽ കാലൻ തന്നെ കഴുകന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമ്മുടെ ഒരു കാര്യം, രാമന്റെ കാര്യമോ ശ്രീരാമകാര്യമോ നടത്താൻ കഴിഞ്ഞില്ല. രാജശാസനമോ അനുവർത്തിക്കപ്പെട്ടുമില്ല. നമ്മുടെ പ്രാണനോ വെറുതെ പോകും. തിര്യജീവികളായ മൃഗപക്ഷികൾ അവർ പോലും രാമന് നല്ല കാര്യം ചെയ്തിട്ട് സൽഗതി പ്രാപിച്ചിട്ടുണ്ട്. നമ്മളും തിര്യജീവികളാണ്. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റിയില്ല. ആ തിര്യജീവിയായിട്ടുള്ള പക്ഷി ജടായുസിൻ്റെ പ്രാണൻ പോയതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ആ ജടായുസിൻ്റെ പ്രാണൻ പോയത് സാർത്ഥകമായിരുന്നു. പ്രാണൻ പോയവനാണെങ്കിലും അവൻ സുഖിയായി ഇപ്പോൾ സ്വർഗസ്ഥനായിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ച് മരിക്കേണ്ടി വന്നില്ല. ഈ സുഗ്രീവ ഭയമൊന്നും ആ സമ്പാദിക്കുന്നുണ്ടായില്ലല്ലോ, ജടായുവിനുണ്ടായില്ലല്ലോ. നമ്മുടെ ഒരു കഷ്ടം കാലം കൊണ്ടാണ് ജടായു മരിച്ചു. ദശരഥൻ മുമ്പ് മരിച്ചു. എന്നിട്ട് ദശരഥൻ മരിച്ച കാരണം ദശരഥൻ അതിനു മുമ്പായിട്ട് ശ്രീരാമനെ വിവാസം ചെയ്തു, നാട് കടത്തി. അദ്ദേഹത്തിൻ്റെ അനിയനും കൂടി കാട്ടിലങ്ങനെ നടക്കാൻ തുടങ്ങി. എല്ലാം കൈകേയിയുടെ ആ വരദാനം കൊണ്ടാണ്. കൈകേയിക്ക് ദശരഥൻ ഒരു വരം കൊടുത്തല്ലോ, അതാണ് ഇതൊക്കെ അബദ്ധാക്കി. എന്നിട്ട് ഇവിടെ കാട്ടിൽ പിരിഞ്ഞ് നടന്നു മാത്രമല്ല, രാവണൻ വന്ന് സീതാദേവിയെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഈ ജടായു അവിടെ ചെന്ന് ജടായു മരിച്ചു. അതിനൊരു ഫലം ഉണ്ടായിരുന്നു. നമ്മളിതാ വെറുതെ കിടന്ന് മരിക്കാൻ പോണു. ഈ കാരണങ്ങളെ കൊണ്ടാണ്, കൈകേയിയുടെ വരം മുതൽക്കുള്ള കാരണങ്ങളെ കൊണ്ടാണ് നമ്മളും ഇവിടെ നശിക്കാൻ പോണത് എന്നിങ്ങനെ പറഞ്ഞു. തദസുഖമനുകീർത്തിതം വചോ ഭുവി പതിതാംശ്ച നിരീക്ഷവാനരൻ. ഇതങ്ങനെ ഗൃധ്രരാജൻ കേട്ടു. തദസുഖം അനുകീർത്തിതം വചോ, ദീനദീനമായിട്ട് വാനരന്മാർ പറയുന്ന, പ്രത്യേകിച്ച് അംഗദൻ പറയുന്ന വാക്കാണ് ഈ ജടായു എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദി കേൾക്കുന്നത്.
ഭൂവി പതിതാംശ്ച നിരീക്ഷ വാനരാൻ. ഭൂമിയിൽ കിടക്കുന്ന വീണ് കിടക്കുന്ന വാനരന്മാരെയും കണ്ട് ഭൃശചകിതമതിഹിം, വളരെ ഉദ്വേഗത്തോടുകൂടിയ മനസ്സോടുകൂടി, മഹാമതി, നല്ല കാരുണ്യക്കുള്ളതാണ്. കൃപണം ഉദാഹൃതവാൻ സഗൃഹരാജ, വളരെ ദീനദീനായിട്ട് ജഡായു അല്ല സമ്പാദി പറയാണ്. അംഗതവാക്യത്തിന് പകരം എന്നോണം സമ്പാദി ചോദിച്ചു, എൻ്റെ പ്രാണനേക്കാളും പ്രിയനായ ജഡായുവിനെ പറ്റി ആരാ പറഞ്ഞത്? ജഡായു മരിച്ചെന്നു എൻ്റെ ഉള്ളിൽ കിടങ്ങുന്നു. ജനസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു കഴുകനും ഒരു രാക്ഷസനും കൂടി ഏറ്റുമുട്ടിയത്? കുറേ കാലത്തിന് ശേഷമാണ് ആ പ്രിയപ്പെട്ട വാക്ക്, എൻ്റെ അനിയൻ്റെ വാക്ക്, ഇപ്പോൾ ജഡായു എന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നത്. എന്നെ ഇവിടെ നിന്നൊന്നും നിങ്ങളൊക്കെ ഇറക്കിത്തരൂ. എൻ്റെ അനുജൻ്റെ ചെയ്തികളെപ്പറ്റിയും അവൻ്റെ അന്ത്യദശയെപ്പറ്റി എനിക്ക് കേൾക്കണം. എങ്ങനെയാണ് അവൻ ദശരഥൻ്റെ സുഹൃത്തായത്? ഈ ജനസ്ഥാനത്ത് വീണു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് പിന്നെ എങ്ങനെ അയോധ്യയിൽ പോയി ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായത്? ആ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനല്ലേ ഗുരുക്കന്മാർക്ക് പോലും പ്രിയപ്പെട്ടവനായ രാമൻ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറു സൂര്യതാപം കൊണ്ട് കരിഞ്ഞു പോയതാണ്. കൂട്ടരെ, എന്നെ ഒന്ന് ഇറക്കി തരണേ. ബാക്കി കഥ കൂടി, അല്ലെങ്കിൽ അത് അനിയൻ്റെ കാര്യം കേൾക്കാൻ എനിക്ക് വളരെ വ്യഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. അങ്ങനെ കാണുക പോലും ചെയ്യാത്ത സമ്പാദിയാൽ പൂജിക്കപ്പെട്ട ശ്രീരാമചന്ദ്രൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.